ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഇത് എന്താണ് പരിപാടി എന്നുള്ളതൊന്നൊരു ഡെമോൺസ്ട്രേഷൻ പോലെ ഒന്ന് കാണിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാര്യം കുറച്ചുകൂടി നിങ്ങൾക്കൊന്ന് കണക്ട് ആവാനായിട്ട് അതായിരിക്കും ബെറ്റർ തോന്നുന്നു. ഒരു കാര്യം ചെയ്യോ, ആരെങ്കിലും ഒരാൾ റാൻഡം ആയിട്ടൊന്ന് ചുമ്മാ വരാൻ പറ്റുമോ? നിങ്ങളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഫ്രീ ആയിട്ടിരിക്കുന്ന, ക്യാമറ ഒന്നും ഇല്ലാതൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഒരാളൊന്ന് വരുമോ? ആരെങ്കിലും വായോ? പേരെന്തായിരുന്നു? അനശ്വര. അനശ്വര എപ്പോഴാ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? എപ്പോഴാണ് അനശ്വരയുടെ ബർത്ത്ഡേ? എപ്പോഴാണ് അനശ്വരയുടെ? 28 മാസം ഒക്ടോബർ 28. കഴിഞ്ഞ വർഷം അനശ്വര ഒക്ടോബർ 28 ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻസിഡന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായതായിട്ടുള്ള ഓർമ്മയുണ്ടോ? എനിക്ക് ഈ കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്ന ഒരു ശീലമാണ് നമ്മൾ ഈ ഡ്രീം ജേണൽ എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി. നമ്മൾ ഈ വെറുതെ സ്വപ്നമൊക്കെ കാണാറില്ലേ? എന്തൊക്കെ തരം സ്വപ്നങ്ങളാണ് കാണാറുള്ളത്? നമ്മൾ മനുഷ്യരെപ്പോഴും ഭയങ്കര വീർഡായിട്ടായിരിക്കും സ്വപ്നങ്ങൾ. ലൈക്ക് അതൊരു ഭയങ്കര ഒരു സബ്ജക്റ്റാണ് ഡ്രീം എന്ന് പറയുന്നത്. ഇത് വെറുതെ ഒരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും ഒക്കെ കാണുന്ന സ്വപ്നങ്ങൾ ഇതുപോലെ എഴുതി പേഴ്സിലോ അല്ലെങ്കിൽ തലയണക്കടിയിലൊക്കെ വെക്കുന്ന ഒരു ശീലമുണ്ട്. അതുകൊണ്ട് അങ്ങനെ എപ്പോഴും എഴുതി വെച്ചൊരു സ്വപ്നമാണ്. ഇതൊരു കാര്യം ചെയ്യണം, അനശ്വരയുടെ ക്ലിയറസ്റ്റ് ലൗഡസ്റ്റ് വോയിസിൽ എല്ലാവർക്കും ഒന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. Today I had a dream where a birthday was being celebrated and someone saying, "Hey, happy birthday, Anashwara." Suddenly I checked the calendar and the date was October 28. Thank you, Anashwara. Thank you. Can go back to your seat. Thank you. അത് അല്ല, എന്താന്ന് വെച്ചാലേ ബേസിക്കലി ഞാനിത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച എൻ്റെ ഒരു റീസൺ ഉണ്ട്. അതായത് നമ്മളിന്നിവിടെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യസ് ബിഗസ്റ്റ് മെന്റലിസം ഷോ എന്നുള്ള രീതിയിൽ ഒരു മെന്റലിസം ഷോ ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 7-8 വർഷത്തെ ഒരു ഹാർഡ് വർക്കിൽ ഞങ്ങൾ ബിൽഡ് ചെയ്തെടുത്ത ഒരു ഷോയാണത്. ദ സീക്രട്ട് ലെറ്റർ എന്നാണ് ഞങ്ങളുടെ ഷോയുടെ പേര്. ഇറ്റ്സ് മോർ ദാൻ എ ഷോ. ഒരു സാധാരണ ഒരു തിയേറ്റർ ഷോ കാണുന്നതിനപ്പുറം നിങ്ങൾക്ക് വരുമ്പോൾ ഒരുപാട് ഓർമ്മകളും ഒരുപാട് നല്ല മൊമെന്റ്സും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു തിയേറ്റർ പ്ലേ ആണത്. ഒരു സാധാരണ ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഒരു പരിപാടി കാണുമ്പോഴത്തേക്കും പരിപാടി കണ്ടു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് കൈയടിച്ചു പോകുന്നു. പക്ഷെ ഇതൊരു മോർ ദാൻ ഒരു 2 വീക്സ് നിങ്ങളുടെ മനസ്സിലേക്ക് നല്ല നല്ല മെമ്മറീസും കുറെ ചോദ്യങ്ങളൊക്കെ ബാക്കിയാക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഷോ ആണ്. അപ്പോൾ ഇതിന് എന്തുകൊണ്ടൊരു പ്രസ് മീറ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു വാർത്താ പ്രാധാന്യം അറിയിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഈ ചെയ്ത കാര്യമില്ലേ, ഇത് ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഇപ്പൊ ഞാനിത് പെർഫോം ചെയ്തു. ഇതേ സാധനം ഞാനൊരു നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിലൊക്കെ ചെന്നിട്ട് ഇപ്പൊ ഞാനിവിടെ ഒരു കാഷ്വൽ ഷർട്ടും ഒരു പാന്റും ഒക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം എന്റെ കോസ്റ്റ്യൂമിലൊക്കെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഞാനൊരു കാഷായ വസ്ത്രവും ഒരു ചന്ദനക്കുറിയൊക്കെ അടിച്ച് അവിടെ ചെന്നിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നിവിടെ എന്റെ മുമ്പിൽ ഒരു 10-20 പേരാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്റെ പിറകെ ലക്ഷങ്ങളായിരിക്കാം. അപ്പോൾ അത്രയധികം മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ആർട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുതുകാട് സാറൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇന്ത്യ അറിയുന്ന ഏറ്റവും വലിയ ആൾദൈവമാവാമായിരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ആക്ടിന് ഒരുപാട് മിസ്ലീഡിങ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു തുടക്കം മുതലേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഈ മെന്റലിസം എന്ന് പറഞ്ഞൊരു ആർട്ട് ഇവിടെ ജനകീയമാക്കുന്നതിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു പങ്ക് അതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. വീഡിയോസിലൂടെ ആയാലും സോഷ്യൽ മീഡിയയിലൂടെ ആയാലും പബ്ലിക് പെർഫോമൻസസിലൂടെ ആയാലും അങ്ങനെ ഇതിന്റെ ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ കേരളത്തിലും വിദേശത്തുമായിട്ടൊക്കെ കുറെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നേരം ഇതൊരു കലയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോഴും മിക്ക ആൾക്കാർക്കും വളരെ റയറായിട്ടേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർട്ടിന്റെ പുറത്ത് ഒരുപാട് ചൂഷണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കേരളമൊക്കെ വിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ എവിടെയൊക്കെയോ കേരളത്തിനകത്തും ഇത് വിറ്റ് കാശാക്കിക്കൊണ്ട് ഇതിന്റെ പിന്നിൽ അമാനുഷിക സിദ്ധികളാണ്, അമാനുഷിക കഴിവുകളാണ്, മനുഷ്യന്റെ മനസ്സ് എളുപ്പത്തിൽ മനസ്സിലാക്കാം, എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ള പ്രചരണങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ടു ബി ഹോണസ്റ്റ്, അങ്ങനെയുള്ള യാതൊരുവിധ സൂപ്പർ നാച്ചുറൽ പരിപാടികളും ഈ മെന്റലിസം എന്ന് പറയുന്ന ആർട്ടിന് പിന്നിലില്ല. ഇത് മാജിക്കിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറയാം. ഇതിന്റെ അകത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണ് ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ബിഹേവിയർ പ്രൊഫൈലിംഗ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യ ശരീരത്തെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിനെ മനസ്സിലാക്കാനായിട്ട് ശരീരഭാഷയും കുറച്ച് സൈക്കോളജിക്കൽ എലമെന്റ്സ് ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്.
ഇപ്പോ ചേട്ടൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നില്ലേ, ദിസ് ഇസ് സൈൻ ഓഫ് ക്യൂർ. ഇപ്പൊ മാറ്റി എനിക്കറിയാം, അപ്പൊ കാലിപ്പോ ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പോയിന്റിൽ നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോൺഷ്യസ് ആവും. അപ്പൊ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും. ഇതേ സാധനം അറ്റ് എ ടൈം എല്ലാവരിലും പല രീതിയിലായിരിക്കും, യുണീക്ക് ആയിട്ടായിരിക്കും മാറ്റങ്ങൾ വരിക. അപ്പൊ ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യും. അപ്പൊ ഇതിന്റെയൊക്കെ ആകത്തുകയാണ് ഈ ഒരു ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ ഷോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. നമുക്ക് ഒരിക്കലും ആരാണ് സ്റ്റേജിൽ വരുന്നതെന്നോ അല്ലെങ്കിൽ അവരെന്തൊക്കെ ചിന്തിക്കുമെന്നോ, എത്ര ഡിഫെൻസീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, എത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു റിങ് എറിഞ്ഞു കൊടുത്ത് അത് കിട്ടുന്ന ആൾക്കാരായിരിക്കും സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പൊ അവര് വന്നിട്ട് ചില ആൾക്കാർ വന്നിട്ട് നമ്മൾ വിചാരിച്ച കാര്യം ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയും. അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഇതിനെ ഒരു സാധാരണ ഒരു മെന്റലിസം ഷോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു തിയേറ്റർ ഷോ ആണ് സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന ഷോ. അത് കേരളത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഷോസേ ഉള്ളൂ. കാര്യം ഒരു വലിയ ലാർജ് സ്കെയിലുള്ള പരിപാടിയാണ്. നമ്മൾ ഒരുപാട് വിശിഷ്ടാതിഥികളെ ക്ഷണിക്കുന്നുണ്ട്. മുകേഷ് ചേട്ടനെ ക്ഷണിച്ചിട്ടുണ്ട്, ഗണേശ് ചേട്ടനെ ക്ഷണിച്ചിട്ടുണ്ട്, പറഞ്ഞ പോലെ അങ്ങനെ കുറെ സെലിബ്രിറ്റീസിനെയും പൊളിറ്റീഷ്യൻസിനെയൊക്കെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മെയിൻലി എല്ലാവരോടും പറയാനുള്ളത്, ഇത് ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിട്ട് കണ്ട് നിങ്ങൾ ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തരണം എന്നുള്ളതാണ്. കാരണം ഞങ്ങൾക്ക് ഇത് ഒരുപാട് ഷോസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ടെക്നിക്കാലിറ്റീസ്, ആ ഷോ അന്ന് 4-ാം തീയതി ലൈവായിട്ട് കൊല്ലം ലാലാസ് കൺവെൻഷൻ സെന്ററിലാണ്, ഒക്ടോബർ 4. അപ്പോൾ വൈകുന്നേരം 6 മണിക്കാണ്. അത് അന്ന് കണ്ടിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം പ്രസക്തമാണെന്ന് അത് കുറച്ചുകൂടെ കണക്ട് ആവും. ഈ പറഞ്ഞ പോലെ ആ ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പ് വരാൻ പറ്റും, അവിടെ ഇരിക്കുന്ന പ്രായമായ ആൾക്കാരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരും ഇത് എങ്ങനെയെന്നുള്ള ചോദ്യം ഉണ്ടാവുമെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ മനസ്സിൽ ഈ ഒരു ഷോ അല്ലെങ്കിൽ മെന്റലിസം എന്ന് പറയുന്ന ഒരു ആർട്ട് എന്തൊക്കെ സൂപ്പർ നാച്ചുറൽ ആണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത ശേഷിയാണ്, സിദ്ധിയാണ് എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സംശയങ്ങളൊക്കെ മാറ്റിയിട്ട് തന്നെ ആയിരിക്കും അവർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ മെയിൻ ഇന്റൻഷനും. ഇത്തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ആർട്ടിന്റെ പിന്നിലെ ക്ലെയിം ചെയ്ത് തടയുക, അതിനോടൊപ്പം തന്നെ അതൊരു മികച്ച രീതിയിലുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഇന്റൻഷനാണ്. സോ എല്ലാവരെയും ക്ഷണിക്കുകയാണ്, എല്ലാവരും വരണം. വന്നിട്ട് നിങ്ങളുടെ ലൈഫ് ടൈമിൽ ഈ പറഞ്ഞ പോലെ ഒരു കൈൻഡ് ഓഫ് ഒരു കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് മറ്റൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കും. സോ താങ്ക് യു സോ മച്ച്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചെറിയൊരു കടയാണ്, കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.